20-ാം അധ്യായം സൂറത്ത് ത്വാഹ. സൂറത്ത് ത്വാഹയിലെ 123 മുതൽ 127 വരെയുള്ള ആയത്തുകൾ. നൂറ്റി 123 മുതൽ 127 വരെയുള്ള ആയത്തുകൾ. സൂറത്ത് ത്വാഹ 20-ാമത്തെ സൂറത്ത്. നൂറ്റി 123 മുതൽ ഉള്ള ആയത്ത്. 123 മുതൽ. ഓതിക്കോളെ, ആയത്ത് ഓതിക്കോളെ. നമ്മൾ ഈ ആയത്തിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എന്തിനാ ഈ ആയത്ത് കേട്ടത്? മറന്നു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വേദഗ്രന്ഥം, ആയാത്തുകൾ. വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ പലതും പഠിച്ചത് മറക്കുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, മറിച്ച് നമ്മൾ മനഃപൂർവ്വം അതിനെ വിസ്മരിച്ച് കളയുക. നമുക്കറിയാം നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഖുർആനിലെ ഈ ആയത്ത് അതിന് എതിരാണ്, ഈ ആയത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഞാനീ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട് നമുക്കറിയാം. എന്നിട്ടും നമ്മളത് ചെയ്യുന്നതാണ് അവിടെ മറക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇതിൻ്റെ ഗൗരവം എന്താ അറിയോ? ഞാൻ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞതിന് മുമ്പ് പറയാം. ഒന്ന്, ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ അവഗണിക്കുമ്പോൾ, നമ്മളെ മെയിൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എത്രമാത്രം സങ്കടം നമുക്കുണ്ടാവും. നമ്മൾ സാധാരണ അങ്ങാടിയിൽ നിന്ന് കാണുന്ന ഒരാളാണ്, അയാളിപ്പോൾ നമ്മളെ കണ്ടപ്പോൾ മെയിൻറ്റ് ചെയ്യാതാണ്ട് പോയി, അയാൾ നമ്മൾ തിരിഞ്ഞു നോക്കിയതും കൂടി ചില വിഷമമൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന, അത്രയും നമ്മളായിട്ട് ബന്ധമുള്ള ഒരാൾ നമ്മളെ അവഗണിച്ചാൽ, നമ്മളോടൊന്ന് ചിരിക്കാതിരുന്നാൽ, നമ്മളെ മുഖത്തേക്കൊന്ന് നോക്കാതിരുന്നാൽ, നമ്മളെ ഒന്ന് പരിഗണിക്കാതിരുന്നാൽ എത്രമാത്രം സങ്കടം നമുക്കുണ്ടാകും അല്ലേ? എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നമ്മളെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, എല്ലാറ്റിനേക്കാളും റബ്ബിനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് നമ്മൾ പറയണത്. നമ്മളെ വാദം അങ്ങനെയാണ്.
ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, റബ്ബിനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ്. കാരണം എന്താണ്? ആ റബ്ബാണ് നമുക്കൊക്കെ തന്നത് അല്ലേ? ആ റബ്ബിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള ആയുസ് തന്നത് പടച്ചോനാണ്. നമ്മളെക്കാൾ എത്രയോ ആരോഗ്യമുള്ള ആൾക്കാർ നമ്മളെക്കാൾ ആയുസ് കുറഞ്ഞവരായി മടങ്ങിപ്പോയില്ലേ? നമ്മളിപ്പോൾ ഇരിക്കണില്ലേ അല്ലേ? നമ്മളെത്രയോ ദുർബലരാണ്, എന്നിട്ട് നമ്മളെക്കാൾ ശക്തരായ എത്ര ആൾക്കാർ മടങ്ങിപ്പോയി. എന്തെല്ലാം പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാണ് അല്ലേ? ഇപ്പം നബി പറഞ്ഞു, ഒരാൾ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് രേഖപ്പെടുത്താതെ പോകില്ലെന്നാ. അവൻ്റെ മക്കളിലും അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ സ്വത്തിലും ഇല്ലാ കതബല്ലാഹു ലഹുന, അള്ളാഹു രേഖപ്പെടുത്താതെ പോകില്ലെന്നാ. ഒരു അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത് എന്ന് നമ്മൾ പറയാണ്. അതൊരു പിന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയുടെ ഭാഗമായിട്ട് പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത്. നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. എപ്പോഴും ഈ അൽഹംദുലില്ലാ എന്നുള്ളതിൽ ഒതുക്കരുത് നമ്മൾ. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത് എന്ന് പറയണം. പിന്നെ അനിഷ്ടകരമായ കാര്യം കണ്ടാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയും. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അതൊരു അനിഷ്ടകരമായ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ പറയണം, അൽഹംദുലില്ലാ പറയണം. മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത് എന്ന് പറയണം. അത് പറഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ മാലിലും അവൻ്റെ നഫ്സിലും അവൻ്റെ ശരീരത്തിലും അവൻ്റെ കുടുംബത്തിലൊക്കെ അല്ലാഹു തആല അവന് ബർക്കത്ത് കൊടുക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് ഈ തന്നതൊക്കെയും അവൻ്റെ നിയമത്ത് പടച്ചോൻ തന്നതാണ്. ഇതൊക്കെ നമുക്ക് പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റബ്ബിനെയാണ്, പടച്ചോൻ. ആ റബ്ബ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന റബ്ബ് നമ്മളെ നോക്കാതിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, റബ്ബ് നമ്മളെ അവഗണിക്കുക, അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് വന്നാൽ എത്രമാത്രം പ്രയാസകരമായിരിക്കും, പ്രത്യേകിച്ചൊരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇനി അതും എപ്പം എന്നറിയങ്ങൾ, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായം നമുക്ക് നൽകേണ്ട ഒരു ഘട്ടം, നമ്മളെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തിരിഞ്ഞു നോക്കാതിരിക്കണമെങ്കിലോ, നമ്മൾ ആരും സഹായിക്കാനില്ലാതെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലും ഏറ്റവും വലിയ പ്രയാസത്തിലും പെട്ടു നിൽക്കുന്നൊരു ഘട്ടത്തിൽ നമുക്ക് ഏക ആശ്രയമായ നമ്മളെ സഹായിക്കേണ്ട, പരിഗണിക്കേണ്ട നമുക്ക് ഏറ്റവും അടുത്തൊരു വ്യക്തി നമ്മളെ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. അതാണ് പരലോകത്ത് നമുക്കൊരാളും രക്ഷയ്ക്കില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിൽ റബ്ബിൻ്റെ കാരുണ്യം മാത്രം ആഗ്രഹിച്ചാൽ നമ്മൾ ചെല്ലണത് അല്ലേ? പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനും വേണ്ടത് റബ്ബിൻ്റെ റഹ്മത്ത് മാത്രമാണ് അല്ലേ? ആ റഹ്മത്ത് മാത്രം കിട്ടേണ്ട ഒരു ഘട്ടത്തിൽ റബ്ബ് നമ്മളെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ, റബ്ബ് നമ്മളെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അപ്പത്തുള്ള പ്രയാസം? ആ ഒരു പ്രയാസം ആർക്കാ വരിക? നിങ്ങൾ ആർക്കാ വരിക? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ വിസ്മരിച്ച ആൾക്കാർക്കാണ്. ആയാത്തുകൾ എവിടെ ഉള്ളത്? വേദഗ്രന്ഥങ്ങളിലാണ്. അതാണിപ്പോൾ നമ്മൾ യോജിച്ച ആയത്ത്. അതെവിടെയെന്ന് അറിയുങ്ങൾ, ആഖിറത്തിൽ മാത്രം ആവണമെന്നില്ല, ഇവിടെയും ദുനിയാവിലും ആ ഒരു അവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആയത്ത് നോക്കി, ആയത്തിൽ കൈവച്ചോളൂ. 123 ആയത്തല്ലേ? ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅൻ. അതിന് മുമ്പ് പറയുന്ന ആയത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇതേ സന്ദർഭം ഏതാണെന്നറിയോ? നമ്മളെ വാപ്പനോടും ഉമ്മയോടും, നമ്മുടെ വാപ്പയോടും ഉമ്മയോടും പറയുന്നൊരു വാക്കാണ്. ഈ വാക്ക്, അവരോട് പറഞ്ഞ വാക്ക്
ഇഹ്ബിത്ത എന്നാണ്. നോക്കി, ഇഹ്ബിത്ത മിൻഹ ജമിഅൻ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. എങ്ങനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇറക്കി വിടുകയാണിത്, ഇറക്കി വിടുകയാണ്. എവിടുന്ന് ഇറക്കി വിടണത്? ആരെ ഇറക്കി വിടണത്? നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും ഇറക്കി വിടുകയാണ്. അള്ളയാണ് ഇറക്കി വിടുന്നത്. ആ വാക്കിൻ്റെ ഗൗരവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോ എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന വേദന എത്രമാത്രമായിരിക്കും. പക്ഷെ ആദനബിക്ക് അവ്വാബിക്ക് അള്ളാഹുവിനെ പുറത്തു കൊടുത്തുട്ടാ. അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് എന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളോ. നിങ്ങൾ ഇറങ്ങിപ്പോന്നാ പറഞ്ഞത്. ഇഹ്ബിത്ത മിൻഹ ജമിയാൻ, എല്ലാം കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥത. കെട്ടും പാണ്ടൊക്കെ എടുത്ത് പൊയ്ക്കോ, ഇനി ഇവിടെ ഇല്ല. എന്താ പറയാൻ കാരണം? എന്താ അത് പറയാൻ കാരണം? നിങ്ങൾ പറയും, എന്താ പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആദം നബിയോടും ഹവ്വാ ഉമ്മയോടും ഉണ്ടായിരുന്നു. ഒരു വചനം അള്ളാഹ് പറഞ്ഞു. അള്ളാഹിൻ്റെ വചനം ഇപ്പം നമ്മൾ കേൾക്കുന്നത്, ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഗ്രന്ഥത്തിൽ 7 അല്ലേ? ആണ്. ആദം നബിയോടും ഹവ്വാ ഉമ്മയോടും അള്ളാഹ് ഡയറക്റ്റാണ് പറയണത്. അതും അള്ളാഹിൻ്റെ വചനമാണ്. എന്താ പറഞ്ഞത്? ലാ തഖ്റബ ഹാദിഹി ഷജറ, ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. അടുക്കരുതെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്നാ. ആ വാക്ക് ആര് മറന്നു? കണ്ടാ. അപ്പം ആ വാക്ക് മറക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഖുർആൻ കാണാതെ പഠിച്ചിട്ട് ഖുർആൻ മറന്നുപോയ പ്രശ്നമാണോ? അല്ല. ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ബോധമണ്ഡലത്തിൽ നിന്ന് അത് പോവാണ്. അള്ളൊരു സംഗതി പറഞ്ഞു, പക്ഷേ എന്നോട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യമാണ്. നമ്മളെ വാപ്പാനും ഉമ്മാനും അള്ള സ്വർഗത്തിന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ മറന്നാൽ. അപ്പോൾ അള്ളാഹ് പറഞ്ഞു എന്ത്? പൊയ്ക്കോ. ബാക്കി ബഅ്ലുക്കും ലി ബഅ്ലിൻ അദുവ്, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. നിങ്ങൾ ചിലർക്ക് എന്താ പറഞ്ഞത്? മനുഷ്യന് ശത്രുവാലപ്പോഴാണ്? ഇവിടെ മൂന്നാമത്തെ ഒരാളും കൂടി അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതാരായിരുന്നു? ഇബിലീസ്. ഇബിലീസ് ആരാ? ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തനാ. ഓനുണ്ടവിടെ. ഈ ഇബിലീസ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. മനുഷ്യന്മാരും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ ഉള്ള കാലത്തോളം മനുഷ്യന്മാരെ തമ്മിൽ പരസ്പരം ആര് ശത്രുക്കളാക്കും? കാരണം ഇബിലീസ് വലിയ ശത്രുവാണ്. അദുവ്വു മുബീൻ ഇബിലീസാണ്. ഖുർആൻ അല്ലാഹ് പറഞ്ഞില്ലേ, തീർച്ചയായും നിങ്ങളെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അദുവ്വല്ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. പരസ്പരം ശത്രുക്കളാകലപ്പെടാം. ഏതാ ഈ ശത്രുത? നമ്മൾ ജേട്ടത്തെയും അനുജത്തെയും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. കണ്ടാൽ മുണ്ടലിൽ തെറ്റിയിട്ടാ. ഏട്ടനും അഞ്ചനും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ശത്രുക്കളെ പോലെ ജീവിതം. ഇതിൻ്റെ കാരണം ആ ശത്രുത ഏതാ? ആ ശത്രുത ഏതായിരിക്കും? സ്വത്തും മുതലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അല്ലേ? ആണോ? ഇപ്പം ഇന്നത്തെ ശത്രുത അതല്ലേ. ജേട്ടനക്ക് ഏറ്റവും വലിയ ശത്രു അനുജനായിരിക്കും. മക്കൾക്ക് ഏറ്റവും വലിയ ശത്രു മാതാപിതാക്കളായിരിക്കും. മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ ആരായിരിക്കും? എന്താണ് ആ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായ? ഇവിടെ എവിടെയാണ് ഈ ശത്രു? നമ്മൾ പറയാണ് എൻ്റെ മക്കളോട് എനിക്കൊരു ശത്രുതയില്ല, എൻ്റെ മാതാപിതാക്കളോട് എനിക്കൊരു ശത്രുതയില്ല. വെറുതെ പറയാണ്. ഈ ശത്രു ഏതാ അറിയങ്ങൾ? നമ്മൾ കാരണം നമ്മളെ മക്കൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് നമ്മൾ ശത്രുക്കളാണ്. നിങ്ങൾ ആ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല.
എത്ര ദുനിയാവ് കൊടുത്തിട്ടും കാര്യമില്ല. വിദ്യാഭ്യാസം കൊടുത്തു, ഭക്ഷണം, വസ്ത്രം, എല്ലാം, വീട് വരെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു, അങ്ങനെ സ്നേഹം കാണിച്ചു. പക്ഷെ ആ മക്കൾക്ക് കൊടുക്കേണ്ട ദീൻ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് നിങ്ങൾ ശത്രുവാണ്. മനസ്സിലാവുണ്ട പറഞ്ഞത്? ആ മക്കൾക്ക് നിങ്ങൾ ശത്രുവാണ്. ഭാര്യനെ കൊണ്ട് ഭർത്താവിനും ഭർത്താവിനെ കൊണ്ട് ഭാര്യക്കും സ്വർഗം നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അവർ പരസ്പരം ഇണകൾ, ശത്രുക്കളാണ്. ഏറ്റവും വലിയ ശത്രുത അവിടെ. ശൈത്താൻ, ഇബ്ലീസ് ഏറ്റവും വലിയ ശത്രുവായത് എന്തുകൊണ്ടാണ്? നമ്മളാരെങ്കിലും ഇബ്ലീസിനെ കണ്ടണോ? നിങ്ങളാരെയും കണ്ടണോ? ഇബ്ലീസിനെ നിങ്ങളാരെയും കണ്ടണോ? ഇല്ല. പിന്നെ ഇബ്ലീസാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള പറഞ്ഞില്ലേ? നമ്മളിങ്ങോട്ട് കാണുന്നുണ്ട്, അത് മതിയല്ലോ. പിന്നെ ശത്രുവായത് എന്തുകൊണ്ടാ? ഇബ്ലീസ് ചെയ്യുന്ന പണി എന്താ? ആ സ്വർഗത്തിൻ്റെ വഴിയിലിരിക്കുക എന്നുള്ളതാ, സിറാത്തുൽ മുസ്തഖീമിൽ ഇരിക്കും എന്നുള്ളതാണ്. അതാണ് ശത്രു. ഇബ്ലീസിൻ്റെ ശത്രുത എന്ന് പറഞ്ഞാൽ അതാ. അപ്പോഴാണ് ഇബ്ലീസ് ശത്രു ആവുക. ഇബ്ലീസ് ഭയങ്കര മോഹം നൽകും. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഭയങ്കര മിത്രമാണ് ആര്? ഇബ്ലീസ് ദുനിയാവിൻ്റെ കാര്യത്തിൽ മിത്രമായിരിക്കും. നല്ല മോഹങ്ങൾ നൽകും, നല്ല ആഗ്രഹങ്ങൾ നൽകും, കിട്ടുന്നതൊക്കെ ഭയങ്കര അലങ്കാരമാക്കി കാണിച്ചു തരും. നല്ല ഉറക്കം തരും. ഒന്ന് ഉറങ്ങി കിട്ടാൻ എത്ര ഗുളിക കുടിച്ചിന്? എന്നാൽ ഒരു ഉറക്കം കിട്ടാത്തവൻ 4 മണി വരെ ഉറക്കം കിട്ടാത്തവന് 4 മണി 5 മണി സമയത്ത് നല്ല ഉറക്കം കിട്ടുമോ? ഉറങ്ങിക്കോ അറിയും, നല്ല ഉറക്കേക്കാരം. അത് 4-5 മണി സമയത്ത് എൻ്റെ ഒരു ഉറക്കമുണ്ട്, അതൊരു 8 മണി വരെ കിട്ടൊരു ഉറക്കം, അതൊരു വല്ലാത്ത ഉറക്കമാണ്. അത് വരെ ഇവന് ഗുളിക കുടിച്ചിട്ടും കാര്യമില്ല, ഒരു ഇതും കഴിച്ചിട്ട് ഉറക്കം കിട്ടണം. ദുനിയാവ് നല്ല സൗകര്യങ്ങൾ ആര് തരും? ഇബ്ലീസ് അതൊക്കെ കാണിച്ചു തരും, നല്ല മോഹങ്ങളൊക്കെ നൽകും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ കീശിന്ന് ഒരു 500 കൊടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ എടുക്കുമ്പോൾ ഇബ്ലീസ് പറയും 500 എടുക്കണ്ട, 100 എടുത്താൽ മതിയെന്ന്. 400 ആര് സേവാക്കി? ഇബ്ലീസ് 400 സേവാക്കി. യഅദുകുമുൽ ഫഖറ, ദാരിദ്ര്യത്തെ നിങ്ങളെ ഭയപ്പെടുത്തും ഷെയ്ത്താൻ ദാരിദ്ര്യം ഭയപ്പെടുത്തും. 500 കൊടുക്കണ്ടട്ടോ, 500 കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ വലിച്ചത് 100, ആ 400 അവിടെ ആര് വെപ്പിച്ച്? കാരണം ദാരിദ്ര്യം ഭയപ്പെടുത്തി. അപ്പം 400 സേവാക്കി തന്ന്. ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ആര് സേവാക്കി തരും? ഷെയ്ത്താൻ. അപ്പം ശത്രുവാണ് ഷെയ്ത്താൻ എന്ന് പറയാൻ കാരണം എന്താ? നഷ്ടപ്പെടുന്ന എന്താ? സ്വർഗ്ഗമാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്കും, മക്കൾ മാതാപിതാക്കൾക്കും ശത്രുവാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗം നഷ്ടപ്പെടുത്തുന്നവരാ. അവിടെയാണ് ശത്രുത മനസ്സിലാക്കുക. അതിന് അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഫഹദറൂഹും, ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം എന്നല്ല. ആ ഫഹദറൂഹ് എന്ന് പറഞ്ഞ ആ പ്രയോഗം പിന്നെ ഖുർആനിൽ പ്രയോഗിച്ച എവിടെയാണ് നിങ്ങൾ? ആ പ്രയോഗം പ്രയോഗിച്ചത് യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു യോദ്ധാവിൻ്റെ ജാഗ്രതയ്ക്ക് വേണ്ടി പ്രയോഗിച്ചതാണ്. ഒരു യോദ്ധാവിൻ്റെ യുദ്ധക്കളത്തിലെ യോദ്ധാവിൻ്റെ ജാഗ്രതയ്ക്ക് വേണ്ടി ഖുർആൻ പ്രയോഗിച്ച പ്രയോഗമാണ്. മക്കളും മക്കളിലും ഇണകളിലൊക്കെ ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞെടുത്തുള്ള പറഞ്ഞത്. അതെന്താ കാരണം? ഒരു നിമിഷ നേരം യുദ്ധക്കളത്തിൽ അന്തം വിട്ട് നിന്ന് എന്താ ഉണ്ടാകുക? ഒരു നിമിഷ നേരം യുദ്ധക്കളത്തിൽ അന്തം വിട്ട കൗത്തു പോകൂലേ? ആ ജാഗ്രത എവിടെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്? മക്കളിലും കുടുംബത്തിലും ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പ്രയോഗിച്ചത് ശത്രു ആയി മാറുന്ന പറഞ്ഞത്. ഭയങ്കര ഗൗരവമുള്ള സംഗതിയല്ലേ? അപ്പോൾ ഇറക്കി വിട്ടു. എന്താ ഇറക്കി വിടാൻ കാരണം? അള്ളാഹ് പറഞ്ഞ ആ വാക്ക് മറന്നു. ബാക്കി നോക്കി. അപ്പോൾ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടത്? ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ, എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വന്ന് കിട്ടിയാൽ. എന്താ അള്ളാഹ് പറയാണ്? ഹുദ വന്ന് കിട്ടിയ ഹുദേതാ? ഹുദേതാ? ഹുദം വ റഹ്മത്തുൻ ഏതാണ്? ഖുർആനിൽ പലതവണ ആവർത്തിച്ചതാണ്. അത് വന്ന് കിട്ടിയാൽ ഫമനിത്തബഅ ഹുദായ, ആ ഹുദയെ ആരെങ്കിലും പിൻപറ്റിയാൽ,
എൻ്റെ ഞാൻ നൽകുന്ന ആ ഹുദയെ ആരെങ്കിലും ഇത്തിബായി ചെയ്താൽ ഫലാ യദില്ലു വലാ യഷ്കാ, അവന് പിഴച്ചു പോകൂല, കഷ്ടപ്പെടേണ്ടി വരൂല. യദില്ലു വഴിതെറ്റിപ്പോകൂല, ദലാലത്തിലാകൂല, വലാ യഷ്കാ അവൻ ഒരിക്കലും കഷ്ടപ്പെടുകയുമില്ല. ഒരിക്കലും അവനെ തേടി ദൗർഭാഗ്യം വരൂല, കഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരൂല. അപ്പോൾ വലിയ കഷ്ടപ്പാട് എന്താ നിങ്ങൾ? മുതലില്ലാത്തതും വീടില്ലാത്തതൊന്നുമല്ല കഷ്ടപ്പാട്. കഷ്ടപ്പാട്, ഏറ്റവും വലിയ കഷ്ടപ്പാട് സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പം എന്ത് വേണം? ഖുർആനിനെ പിൻപറ്റണം, ഹുദ പിൻപറ്റണം. ആ ഹുദ നിങ്ങൾക്ക് വരും, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. നിങ്ങളെ വഴിതെറ്റിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അപ്പോൾ ആദ്യം എന്ത് വേണം? ഖുർആനിനെ നമ്മൾ കൈകളിലെടുക്കണം, പഠിക്കണം. ബാക്കി വായിക്കേ. വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ആ ദിക്ർ ഏതാ? ഖുർആനാണ്. എൻ്റെ ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു, അപ്പോൾ തീർച്ചയായും അവരുണ്ടാകുക മഈഷത്തൻ, ഒരു മഈഷത്താണ്. എന്താ മഈഷത്ത് പറഞ്ഞാൽ? ജീവിതമാർഗം. മഈഷത്തിൻ്റെ നമ്മൾ മഈഷത്ത് തേടുക എന്നൊക്കെ കേട്ടില്ലേ? എന്തായിരിക്കും? ലങ്ക, കുടുസുള്ള, ഇടുങ്ങിയ. ലങ്ക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ മഈഷത്തായിരിക്കും അവൻ്റെത്. ഇടുങ്ങിയ മഈഷത്ത് പറഞ്ഞാൽ ഒരു റാഹത്ത് ഉണ്ടാവില്ല എന്ന്. ഒരു ഇടുങ്ങിയ റൂമിൽ പെട്ട ഒരാളും ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറിയ ഒരാളും വിശാലമായ റൂമിൽ നിൽക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസമല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ലിഫ്റ്റിന് ഒരുപാട് ഇതില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഉംറക്ക് പോയ, നമ്മൾ അൽമനാസിക്കിൻ്റെ ഗ്രൂപ്പിൽ ഉംറക്ക് പോയ ഒരാൾ, നല്ല ആരോഗ്യമുള്ള ഒരാൾ, 60 വയസ്സായിട്ടുള്ളൂ, നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാണ്. നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഉംറ കഴിഞ്ഞിട്ട് അദ്ദേഹം റൂമിൽ വന്ന് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹം അസുഖങ്ങളും കാരണം ഇല്ലാത്ത ഒരാളാണ്. പോകുമ്പോൾ തന്നെ അദ്ദേഹം എന്താ വെച്ചാൽ, ചില ആൾക്കാർ അങ്ങനെ, നമ്മൾ ഈ ചില സന്ദർഭത്തിൽ മരണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങും. നമ്മളറിയില്ല ചിലപ്പോൾ നമ്മൾ മരിക്കാനാണ് ഒരുങ്ങണമെന്ന്. മരിക്കാനാണ് ഒരുങ്ങണമെന്ന് ചിലപ്പോൾ നമ്മളറിയില്ല. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് പറഞ്ഞുതരാം, അദ്ദേഹത്തിൻ്റെ കുടുംബം ഒക്കെ ഉണ്ട്, കുടുംബത്തിലെ 3-4 ആൾക്കാരെല്ലാവരും ഒരുമിച്ചാണ് പോണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും കൂടി അദ്ദേഹം പറയും, എൻ്റെ ഒരൊറ്റ കൂട്ട് ഡ്രസ്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞില്ല. എനിക്കൊരൊറ്റ കൂട്ട് ഡ്രസ്സ്, ഉംറയുടെ ഡ്രസ്സല്ലാത്ത ഒരൊറ്റ കൂട്ട് ഡ്രസ്സിൻ്റെ എടുത്താൽ മതി എന്ന് പറഞ്ഞാല. ഒറ്റ കൂട്ട്, എനിക്ക് ആ ഒറ്റ കൂട്ട് ഡ്രസ്സ് മതി, ഞാൻ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അത് മതി, എനിക്ക് ഒറ്റ കൂട്ട് ഡ്രസ്സാണല്ലോ എടുക്കാൻ അദ്ദേഹം പറഞ്ഞത്. അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കാലം ഗൾഫിലുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റൊക്കെയുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഒരുപാട് കുടുംബങ്ങളൊക്കെ സാധാരണ ഇല്ലാത്തതുപോലെ പോകലും ബന്ധപ്പെടലും സംസാരിക്കലും പൊരുത്തപ്പെടിപ്പിക്കലൊക്കെ ആയിട്ട് സാധാരണ ഒരു ഇത് ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു കൂടുതൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാതാക്കിയിട്ടാണ് അത്ര അദ്ദേഹം പോയത്. അത് നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഈമാൻ പടച്ചൊന്ന് തന്നിക്കണമെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ഒരുങ്ങും. ചിലപ്പോൾ നമ്മളറിയില്ല അത് മരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ളത് നമ്മളറിയില്ല. ചിലപ്പോൾ നമ്മളാ ഒരുക്കം അതിനേക്കാരം അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കൂട്ടി ഡ്രസ്സ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അങ്ങനെ ഉംറ കഴിഞ്ഞ് റൂമിൽ വന്ന് അദ്ദേഹം ഉംറ നിർവഹിച്ച് റൂമിൽ വന്ന് ആ ഉംറ കഴിഞ്ഞ ഒരു ക്ഷീണം ഉണ്ടാകില്ല എല്ലാവർക്കും. കാരണം സഫ മർവൻ്റെ അടിയിലും സൈയൊക്കെ കുറേ നടന്ന് ക്ഷീണിച്ച് വന്ന് റൂമിൽ വന്ന് കിടന്ന് പിന്നെ അതിന് പള്ളി ഹറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയതാണ്. അവിടെ വീണോടുത്ത് വരെ ഓടിച്ചെന്നപ്പോൾ കമേന്ന് കിടക്കുകയാണ്. എല്ലാവരും കൂടി ചെന്ന് ഇങ്ങനെ മരത്തിട്ടപ്പോഴേക്കും മരണം സംഭവിച്ചു. ഞാനത് പറയാൻ കാരണം എന്താണെന്നല്ലേ, എന്നിട്ട് പോലീസ് വന്ന് ഒക്കെ രേഖകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മയ്യത്ത് താഴോട്ട് ഇറക്കുകയാണ്. പിന്നെ ബിൽഡിങ്ങിന് 8ാമത്തെ 9ാമത്തെ 10ാമത്തെ ഫ്ലോറിലായിരിക്കുമല്ലോ ഉണ്ടാകുക ആൾക്കാർ താമസിക്കുക. അവിടുന്ന് മയ്യത്ത് ഇറക്കണത് ലിഫ്റ്റിലല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിഫ്റ്റിൽ കുത്തരങ്ങനെ നിർത്തിയിട്ട് 5-6 ആൾക്കാർ താങ്ങിയിട്ട് മയ്യത്തിനെങ്ങനെ ഒരാൾ നിൽക്കണ പോലെ നിർത്തിയിട്ടാണ് ഒടുക്കിറക്കിയത്. അതൊരു ലങ്കാണ്. ഒരു വിശാലമായ റൂം പോലെയല്ല, ഒരു ലിഫ്റ്റ് ചെറിയൊരു ഇതാണ് ഈ അള്ളാഹ് ഈ പറഞ്ഞ സംഗതി. അതായത് ഒരു ലിഫ്റ്റിലുള്ള നിൽക്കുന്ന ഒരാളുടെ ഒരവസ്ഥയും വിശാലമായ റൂമിലുള്ള ഒരാളുടെ അവസ്ഥയും അള്ളാഹ് പറയാണ്. അങ്ങനെ ഒരു കുടിസുള്ള ഒരു ജീവിതമായിരിക്കും ആർക്കുണ്ടാവുക? അള്ളാൻ്റെ ഈ ദിക്ർ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ.
ഇതിലേക്ക് അടുത്താൽ അള്ളാഹു ഒരു വിശാലത തരും, ഒരു വല്ലാത്തൊരു അനുഭൂതിയും ഒക്കെ നമുക്ക് കിട്ടും. ഈ ഇടുങ്ങിയ ഒരവസ്ഥയിൽ നിന്ന്, ഒരു ഞെരുക്കത്തിൽ നിന്ന് റബ്ബൊരു മോചനം തരും. ബാക്കി ഫഇന്ന ലഹു മഈശത്തൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഇനി ഇവിടെ മാത്രമല്ല, ഖിയാമത്ത് നാളിൽ നാം അവനെ കണ്ണുപൊട്ടനായി ഒരുമിച്ച് കൂട്ടും. പരലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. മഹ്ശറയിൽ വനഹ്ശുറുഹു എന്നാണ്, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. മഹ്ശറയിൽ ചില ആൾക്കാർ, നമ്മളിവിടെ എങ്ങനെ നടക്കണത്? രണ്ട് കാലുമേലല്ലേ അല്ലേ? മഹ്ശറയിൽ ചില ആൾക്കാർ തലമ്മൽ നടന്നു വരുന്ന ഖുർആനിലുണ്ട്. തല കുത്തിയിട്ട് നടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹ്ശറയിൽ മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടി മനുഷ്യന്മാർ വരുന്ന രംഗ, തലയിൽ തല താഴത്താക്കിയിട്ട് കാല് മുകളിലാക്കിയിട്ട് മഹ്ശർ ഒരുമിച്ച് കൂട്ടും. നമ്മൾ മരിക്കണത് വരെ എങ്ങനെ ഇവിടെ നടന്നത്? രണ്ട് കാൽമൽ. വേറൊരു വിഭാഗമാണ് മഹ്ശറയിൽ അള്ളാഹു തആല കണ്ണുപൊട്ടന്മാരെ, കുറേ കണ്ണുപൊട്ടന്മാർ വരും. മഹ്ശറയിൽ എവിടെ വരും? എങ്ങനെ വരും? കണ്ണുപൊട്ടന്മാരായിട്ട് മഹ്ശർ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വായിക്കേ അടുത്തായത്തെ. കാല റബ്ബി ലിമ അശർത്തനി, എന്താ പടച്ചോനെങ്ങനെ കണ്ണുപൊട്ടനായിട്ട് മഹ്ശറിൽ കൊണ്ടുവന്നത്? വക്കത് കുന്തു ബസീറ, ഞാൻ മരിക്കണത് വരെ നല്ല കാഴ്ചയുള്ള ആളായിരുന്നല്ലോ. 90-ാമത്തെ വയസ്സിലാണ് ഞാൻ മരിച്ചത്. 90-ാമത്തെ വയസ്സിൽ ഞാൻ കണ്ണട വെച്ചിട്ടില്ല. കണ്ണട വെക്കാതെ ഞാൻ പത്രം വായിച്ച ആളാണ്. കണ്ണട വെക്കാതെ ഞാൻ ആധാരം നോക്കിയ ആളാണ്. കണ്ണട വെക്കാതെ ഞാൻ പല കേസും നടത്തിയ ആളാണ്. കണ്ണട വെക്കാതെ പലതും ഞാൻ കണ്ടോനും വായിച്ചോനുമാണ്. മരിക്കണത് വരെ നല്ല കാഴ്ച ഉണ്ടേനി പടച്ചോനെ. എന്നിട്ട് എന്താ പിന്നെ മഹ്ശറയിൽ ഇവിടെ ഇന്നെ ഒരുമിച്ച് കൂട്ടിയപ്പം കണ്ണുപൊട്ടന്മാരെ കൂട്ടത്തിൽ ഞാനായത്? കുറേ കണ്ണുപൊട്ടന്മാരുണ്ടാവും, ആ കൂട്ടത്തിലുണ്ടാകുക. കൂടുതലും കണ്ണുപൊട്ടന്മാരേക്കാരം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കേട്ടോളി. അത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ കണ്ണുപൊട്ടന്മാരെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി? ബാക്കി കാല കദാലിക്ക, അതങ്ങനെ തന്നെയാണ്. അള്ളാൻ്റെ വാക്ക് നോക്കി, അതങ്ങനെ തന്നെയാടാ. കാല കദാലിക്, അതങ്ങനെ തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? വായിക്കേ. അതത്തക്ക ആയാത്തുന, നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നു. അടുത്ത വായിക്കേ. ഫനസീതഹ, ആ ആയത്തുകളെ നീ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഫകദാലിക്കൽ യൗമ തുൻസാ, ഇന്നത്തെ ദിവസം നിന്നെ നാമും മറന്നു കളയാണ്. അള്ളാഹ് മെയിൻ്റെ ചെയ്യൂലാന്ന്. കാരണം ഞാൻ മറന്നു, എൻ്റെ കാര്യം ഞാൻ വിട്ടു, ഇനി എൻ്റെ കാര്യം ഇവിടെ പരിഗണനക്കില്ല, കാര്യം വിട്ട് കളഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പോൾ മനുഷ്യൻ മറന്നു കളയുന്ന കാര്യങ്ങളിൽ എത്രാമത്തെ കാര്യമാണ്? 6-ാമത്തെ കാര്യം വേദഗ്രന്ഥം. അപ്പോൾ വേണ്ട, പഠിച്ചതൊന്നും മറക്കണ്ട. ആയത്തുകളൊക്കെ നമ്മളെ ഹൃദയത്തിലുണ്ടാവണം, ആശയങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതെടുത്ത് ഉപയോഗിക്കണം. അത് മറന്നിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നാളെ കണ്ണുവട്ടന്മാരെ കൂട്ടത്തിലായി മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇനി അടുത്തത് എഴുതിക്കോളി. 7-ാമത്തത്, മനുഷ്യൻ മറക്കുന്ന 7-ാമത്തെ കാര്യം, പാപങ്ങൾ മറക്കും. പാപങ്ങൾ, തെറ്റുകൾ. പാപങ്ങൾ മറന്നുപോകും, തെറ്റുകൾ മറന്നുപോകും. 58-ാമത്തെ സൂറത്ത്, 58. സൂറത്ത് മുജാദില. അതിൽ 6-ാമത്തെ ആയത്ത് വായിച്ചു നോക്കി. അൻപത്തിയെട്ടിൽ 6-ാമത്തെ ആയത്ത്.
വായിക്കേ. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ആയത്ത് കണ്ടില്ലേ? കണ്ടോ? അർത്ഥം ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളേ. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, അള്ളാഹു അവരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. ആരെ? എല്ലാ മനുഷ്യരെയും അള്ളാഹു എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. ബാക്കി വായിക്കി, ആയത്ത് വായിക്കി. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരെ വിവരമറിയിക്കും. അവർ പ്രവർത്തിച്ച എല്ലാ കാര്യത്തെക്കുറിച്ചും അവിടെ അള്ളാഹു അവർ വിവരം അറിയിക്കും. നമ്മൾ 60 കൊല്ലം ജീവിച്ച 60 കൊല്ലം അതിൽ നമ്മളോട് ഹിസാബിന് വിധേയമായ 50 കൊല്ലം, 10 കൊല്ലം വിട്ടാളി, 50 കൊല്ലത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിയിക്കും. സ്വകാര്യവും രഹസ്യവും പരസ്യവും ഒക്കെ അത് പറഞ്ഞുതരും. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ അറിയിക്കും. നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും. ബാക്കി അഹ്സാഹുല്ലാ, അള്ളാഹു അതൊക്കെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂഹു, എന്നാൽ ഇവനിതൊക്കെ മറന്നുപോയിണ്. എങ്ങനെ? അഹ്സാഹുല്ലാ, അള്ളാഹു ഒക്കെ തിട്ടപ്പെടുത്തി. ഒന്നും അഹ്സാഹുല്ലാ, അള്ളാഹ് തിട്ടപ്പെടുത്തി. എന്താ? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ല ഇല്ല അഹ്സാഹ. അതാ ആയത്ത് നോക്കി. അഹ്സാഹുല്ലാ ലാ യുഗാദിറു മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ? ലാ യുഗാദിറു സഗീറത്തൻ വലാ, ഒന്നും ചെറുതും വലുതും കബീറത്തനില്ല അഹ്സാഹ. കണ്ടാ? ഫവജദൂ മാ അമിലു ഹാദിറ. അതന്നെയാണ് ഈ പറഞ്ഞത്. അള്ളാഹ് ഒക്കെ തിട്ടപ്പെടുത്തി, പക്ഷെ മറന്നുപോയി. നമുക്ക് ഓർമ്മണ്ട? 11ാമത്തെ വയസ്സ് മുതൽ ഇങ്ങോട്ടുന്ന് വരെ ചെയ്തു പോയ തിന്മകൾ, തെറ്റുകളൊക്കെ നമുക്കാർക്കും വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മറന്നുപോയില്ലേ? ഈ ചെറിയ തെറ്റാണോ വലിയ തെറ്റാണോ ഗൗരവം? കാരണം വലിയ തെറ്റ് പലപ്പോഴും നമ്മൾ തൗബ ചെയ്ത് മടങ്ങും. ഗുരുതരമായ തെറ്റുകൾ ഓർമ്മ ഉണ്ടാവും. ഗുരുതരമായ തെറ്റുകളൊക്കെ ഇപ്പോൾ ഒരു 14ാമത്തെ 15ാമത്തെ വയസ്സിലൊക്കെ വ്യഭിചരിച്ചു, അതൊക്കെ മനസ്സിലവിടെ നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരാളത് മോഷ്ടിച്ചു, കളവ് നടത്തി നമ്മൾ, അത് അവിടെ മനസ്സിലുണ്ടാവും. എന്ത് കാരണം എന്താവട്ടെ, അറിവില്ലാത്തതുകൊണ്ട് ബോധമില്ലാത്തതുകൊണ്ടൊക്കെ ചെയ്തു പോയതായിരിക്കും. വലിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതേസമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടാവും. പക്ഷെ അള്ളാഹിൻ്റെ കിതാബിൽ ഉണ്ടാകുമോ? ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വലുതൊക്കെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. ഹജ്ജിലും ഉംറയിലൊക്കെ നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പറയാത്ത കുറേ കാര്യങ്ങളില്ലേ? ഉണ്ടാകും. മനസ്സു വല്ലാഹു അലാ കുല്ലി ഷൈഇൻ, അള്ളാഹ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. എല്ലാത്തിനും സാക്ഷി ആരാ? അള്ളാഹ് സാക്ഷിയാകാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. മുഴുവനും അള്ളാഹ് രേഖയാക്കിയിട്ടുണ്ട്. അപ്പം മനുഷ്യൻ മറക്കുന്ന എത്രാമത്തെ കാര്യം? ഇപ്പോൾ 7ാമത്തെ കാര്യം എന്താണ്? തെറ്റുകൾ. അതാണ് ഈ ആയത്ത്. എന്താ പരിഹാരം? പരിഹാരം കിട്ടാതെ അവിടുന്ന് പോകാൻ പറ്റുമോ? ഞാനീ പറഞ്ഞ സത്യമല്ലേ? 11ാമത്തെ വയസ്സ് മുതൽ, ഇപ്പം നമുക്ക് എത്ര വയസ്സുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. 11ാമത്തെ വയസ്സ് മുതൽ ഇതുവരെ ചെയ്ത ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ എമ്പാടുമില്ലേ? ഇതൊക്കെ നാളെ മഹ്ശറയിൽ വരുമോ ഇല്ലേ? ഇതിൻ്റെ കുറ്റം കിട്ടുമോ ഇല്ലേ? കിട്ടും. ഇനിയിപ്പോൾ അത് ഓർമ്മയില്ല, മറന്നുപോയില്ലേ? ഇനി എന്താ ചെയ്യുക? പരിഹാരം എന്താണ്? പരിഹാരം എന്താണ്? വടിച്ചൂറിൽ ഞാൻ എടുക്കും. പരിഹാരം എന്താണ്? നിങ്ങൾ പഠിക്കണത് എന്തിനാ? ഏതാ പഠിക്കണത്? നിങ്ങൾ പഠിക്കണ ആയത്ത് ഭാഗം ഏതാണ്? എവിടുന്നത് വന്നത്? നിങ്ങൾ ഏത് ആയത്തിൻ്റെ വിശദീകരണ പഠിക്കണേ? റബ്ബന ലാ തുആഖിദിന ഔ അഖ്ത, അതാണ് പരിഹാരം. റബ്ബന ലാ തുആഖിദിന, റബ്ബേ എന്നെ പിടികൂടല്ല പടച്ചോനെ. റബ്ബന ലാ തുആഖിദിന ഇൻ നസീന, ഞങ്ങൾ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് പടച്ചോനെ. ചെയ്ത തെറ്റൊന്നും മുഴുവൻ ഓർമ്മയിൽ എടുത്ത് പറയാനില്ല. എടുത്ത് പറയണ്ടേ റബ്ബിനോട്? പറയാൻ വല്ലതും ഓർമ്മ ഉണ്ടോ? മറന്നുപോയില്ലേ പലതും? ആ മറന്ന കാര്യം ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ.
ഔ അഖ്തഇന, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി. ഇതല്ലേ പിന്നെ ആ അൽബക്കറിൻ്റെ അവസാനത്തിൽ അള്ള ഗിഫ്റ്റ് തന്നുകിണെന്ന് പറഞ്ഞേ. അള്ള തന്ന സമ്മാനമാണ് ഈ ആമന റസൂൽ എന്ന് പറയാനുള്ള കാരണം. അതല്ലേ ഈ സമ്മാനം പൊഞ്ഞ് പെരി കൊണ്ടുപോയി വെച്ചെന്നല്ല തുറന്നു നോക്കിക്കണേ നമ്മളാരെങ്കിലും. സമ്മാനം വാങ്ങി പെരി കൊണ്ടുപോയി വെച്ചെന്നല്ല തുറന്നു നോക്കണ്ട എന്താണെന്നുള്ളത്. ഖുർആൻ പൂട്ടി വെച്ചിട്ടുള്ള പെരിയിൽ ഇത് തുറന്നു നോക്കണ്ടേ ഈ സമ്മാനം. അപ്പോഴാണ് മനസ്സിലാകുക. ഇത് നീ ആ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളെല്ലാവരും, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിലും ഇല്ലേ, ഇതൊരു പ്രശ്നമാണോ? നമ്മൾ ഈ 11 വയസ്സ് മുതൽ ഇതുവരെ ചെയ്ത ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം അള്ള അഹ്സാന്ന് പറഞ്ഞാൽ ക്ലിപ്തമാക്കി കൃത്യമാക്കി രേഖപ്പെടുത്തിയെന്നല്ലേ? ഇത് സത്യമല്ലേ? ചെറുതും വലുതും അതിലുണ്ടല്ലോ. ഉണ്ട് അല്ലേ? ഈ ബേജാറ് നമുക്കൊക്കെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ അതിൻ്റെ പരിഹാരം പടച്ചോൻ തന്നെ പറഞ്ഞു നിങ്ങളില്ലേ? റബ്ബ് അർറഹ്മാൻ, അർറഹ്മാൻ. ബാക്കി അതാണ് ബോധ്യപ്പെടണം. ഖുർആൻ പഠിപ്പിച്ച് തന്നതാണ് അള്ളാഹു അർറഹ്മാനാന്ന് പറയാനുള്ള കാരണം. ഖുർആൻ പഠിപ്പിച്ച് തന്നതാണ് അള്ളാഹു റഹ്മാനാകാൻ ആ റഹ്മത്തിൻ്റെ പടച്ചോൻ്റെ റഹ്മത്തിൻ്റെ കാരണത്തിൻ്റെ ഭാഗ റബ്ബന ലാ തുആഖിദ്നാ. ഇത് പെരിയിലിരുന്നാൽ ഇത് കിട്ടുമോ? ഇതറിയാൻ കഴിയുമോ? ഇത് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? കണ്ണൊട്ടനായിട്ടില്ലാതെ പടച്ചോൻ കൊണ്ടുവരില്ല എന്ന് ഉറപ്പല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ പരിഹാരം കിട്ടി. നമ്മൾ അള്ള പറയണം മറന്നു പോകും. അള്ള എല്ലാത്തിനും സാക്ഷിയാണ്. അള്ള എല്ലാത്തിനും സാക്ഷിയാണ് അല്ലേ? നമ്മൾ ചെയ്ത തെറ്റ് ഉസ്താദുമാർ കണ്ടിട്ടുണ്ടാവില്ല, മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്ന് സാറുമാർ കണ്ടിട്ടുണ്ടാവില്ല, ടീച്ചർമാരും മാഷുമാരും കണ്ടിട്ടുണ്ടാവില്ല, നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല. കാണാതെ ഒരുപാട് തെറ്റ് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ, അതാണ് ഈ ആയത്തിൻ്റെ അവസാനം. അള്ള എല്ലാത്തിനും സാക്ഷിയാണ്. അള്ള സാക്ഷിയാകാതെ ഒന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നാളെ മഹ്ശറിൽ വരും ചെയ്യും. അപ്പോൾ ഇനി വരാൻ പാടില്ല, ഇനി വരാൻ പാടില്ല, ഇനി വരരുത്. നമ്മളെ കിതാബിൽ അത് ഉണ്ടാകരുത്. നമ്മളെ കിതാബിൽ അത് ഉണ്ടാകരുത്. അത് മായ്ക്കണം. അത് പടച്ചോനെ കൊണ്ട് മായ്പ്പിക്കണം. പടച്ചോൻ മായ്ച്ചു തരും. കഫിർ അന്ന സയ്യാത്തിന, തിന്മ മായ്ച്ചു തരും. പടച്ചോൻ മായ്ച്ചു തരും. അത് മായ്ച്ചു തരണമെങ്കിൽ എന്ത് വേണം? വെറുതെ വായിക്കോ? റബ്ബിനോട് പറയണ്ടേ? മായിച്ചോണ്ട് റബ്ബേ എന്ന് പറയണ്ടേ? അത് പറയാൻ പോലുമുള്ള വിവരമില്ലാത്തോളം നമ്മളെങ്കിലോ? അത് പറയാൻ പോലും വിവരമില്ല നമുക്ക്. പിന്നെ പടച്ചോൻ വിടുവോ? വിടൂല. സഹോദരങ്ങളെ, ഖുർആനിലേക്ക് നിങ്ങളെ ഇറങ്ങിച്ചെന്നാൽ ഒന്നും നമുക്ക് ചെറുതാവില്ല. ഓരോന്ന് പഠിക്കുന്നതിനനുസരിച്ച് റബ്ബ് വാതിലിങ്ങനെ തുറന്നു തരും. നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുറന്നു തരും. അതിൻ്റെ പ്രകാശവും അതിൻ്റെ ഹൃദയവും നമ്മളെ ഹൃദയത്തിലേക്ക് എത്തും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കിട്ടുന്നൊരവസരം ഒഴിവാക്കണ്ട. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച TV ഓഡിറ്റോറിയത്തിൽ ഷമീർ മുണ്ടേരിൻ്റെ അഹ്ല റമദാൻ എന്നുള്ള പ്രോഗ്രാമുണ്ട്. റമദാൻ വരികയാണ്, നമ്മൾ ഒരുങ്ങണം. എല്ലാ ഷാബാലും ഞാൻ പെണ്ണോട് പറയലുണ്ട്, സ്ത്രീകളോട് പറയാറുണ്ട്, സ്ത്രീകളെ നിങ്ങൾ വിട്ടുപോയ നോമ്പ് ബാക്കി വെക്കരുത്, വേഗം നോറ്റ് വിട്ടുക. മുല കൊടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ പെട്ടെന്ന് മുദ്ദ് കൊടുക്കുക. പിന്നെ നോറ്റ് വീട്ടാൻ പറ്റുന്ന സമയത്ത് നോറ്റ് വീട്ടുക. അങ്ങനെ ഈ ഷാബാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഷാബാൻ കൊണ്ട് നമ്മൾ ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മക്കളെ സാലിഹായ മക്കളാക്കി തരട്ടെ. കുടുംബത്തിൽ മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് അള്ളാഹു തആല ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളിൽ നിന്ന്, മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.